നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ്, ഈ കേരളത്തിൽ ആഭിചാരത്തിന്റെ നടുക്കുന്ന കഥകളാണ് എവിടെയും. കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, പത്തനംതിട്ടയിൽ, ഇടുക്കിയിൽ ജില്ലയെന്നോ പ്രദേശമെന്നോ അതിന് വ്യത്യാസമില്ല. അന്ധവിശ്വാസവും ആഭിചാരവും അതിരുകടന്ന് ജീവനെടുക്കുന്ന ചോരക്കളിയാകുമ്പോൾ അതിനെ പുച്ഛിച്ചു കടന്നു പോകാൻ മാത്രം കഴിയില്ല. സ്വന്തം ചോരക്കുഞ്ഞിനെ, ഭർത്താവിനെ, അച്ഛനെ അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടുമൂടിയ നരാധമർ ആ ബന്ധങ്ങളെയൊന്നും തൊട്ടറിയുക പോലുമില്ല. മന്ത്രവാദം ഒരു കുടുംബത്തെ തന്നെ തച്ചു തകർത്തൊരു സംഭവ കഥയാണ് ഇടുക്കി കട്ടപ്പന നെല്ലാനിക്കാലിൽ നടന്നത്. ആഭിചാരവും അന്ധവിശ്വാസവും ഒടുവിൽ രണ്ടുപേരുടെ പ്രാണനെടുത്തു. കുപ്രസിദ്ധമായ കട്ടപ്പന ഇരട്ടക്കൊല. ഇന്ന് കുറ്റവും ശിക്ഷയും ഇടുക്കി കട്ടപ്പനയിലെ ആ ഇരട്ടക്കൊലപാതകത്തിന്റെ നേരറിയുകയാണ്. ആഭിചാര ക്രിയകൾ നടത്തി ഒരു കുടുംബത്തെ അപ്പാടെ വരുതിയിൽ നിർത്തിയിരുന്ന ഒരു യുവാവ്, ഒരു നരാധമൻ. ഒരബദ്ധത്തിൽ മറ്റൊരു കേസിൽ അയാൾ പോലീസിന്റെ പിടിയിലാകുന്നു. അതോടെയാണ് നാടിനെ നടുക്കിയൊരു തമോ ലോകത്തിന്റെ നേർചിത്രം പോലീസിന് ലഭിക്കുന്നത്. മാർച്ച് 2, 2024 രാത്രിയിൽ തന്റെ വർക്ക്ഷോപ്പിൽ ആളനക്കം കണ്ട ഉടമയുടെ മകൻ ജാഗ്രതയിലായി. നേരത്തെ ഒരു മോഷണം നടന്ന ഇടമാണ്. അതുകൊണ്ടാണ് ഉടമയുടെ മകൻ ഇവിടെ കാവല് കിടക്കാൻ തീരുമാനിച്ചത്. മോഷണം നടത്താൻ ശ്രമിക്കുന്ന 2 പേർ ഒരു ഇരുമ്പ് വടി അയാൾ കയ്യിലെടുത്തു. ഇരുമ്പ് വടി കൊണ്ട് കാലിന് തന്നെ ലക്ഷ്യമാക്കി അടിച്ചു. ഒരാൾ കടി വീണു, മറ്റേയാൾ ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ഉടമയുടെ മകൻ സമർത്ഥമായി അടിയേറ്റ ആളെ പിടികൂടി. പോലീസിനെ അതിനകം തന്നെ അയാൾ വിവരമറിയിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് സംഭവം. കട്ടപ്പന പോലീസ് ഉടനെ സ്ഥലത്തെത്തി. വർക്ക്ഷോപ്പിൽ മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയത് വിഷ്ണുവിനെയാണ്. വിഷ്ണു വിജയൻ, കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ, 27 വയസ്സ്. വിഷ്ണു നൽകിയ സൂചനകളിൽ അപ്പോൾ തന്നെ പോലീസ് രണ്ടാമത്തെ ആളെയും തൂക്കി. രാജേഷ് എന്ന നിതീഷ്, വയസ്സ് 31, വീട് പുത്തൻപുരയ്ക്കൽ. സുഹൃത്തുക്കളാണ് ഇരുവരും. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ. മോഷണ മുതലിനെക്കുറിച്ച് കൂടുതൽ ചെയ്യാൻ തന്നെ പോലീസ് ഉറച്ചു. കട്ടപ്പന, കാഞ്ചിയാർ പ്രദേശങ്ങളിൽ അടുത്തിടെ മാത്രം നടന്നത് 2 ഡസനോളം മോഷണങ്ങളാണ്. പോലീസിന് ഇരുവരെയും സംശയമായി. അതിനു പിന്നിലും ഇവരാണോ? പ്രതികളെ വിശദമായി പോലീസ് അവരുടെ ശൈലിയിൽ തന്നെ ചോദ്യം ചെയ്തു. മോഷണത്തിനുമപ്പുറം എന്തു ദുരൂഹത. കയ്യിൽ കിട്ടിയത് ചില്ലറക്കാരല്ല, പോലീസിനുറപ്പായി. പോലീസ് ഇവരുടെ വീടുകളിൽ പരിശോധന നടത്താൻ ഉറച്ചു. ആദ്യമെത്തിയത് വിഷ്ണുവിന്റെ വീട്ടിലാണ്. ദുരൂഹത സംശയം വെറുതെ ആയില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ പോലീസ് മണത്തു. അവിടെ വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. അവർ അവിടെ ഒരു ചെറിയ മുറിയിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. അതോടെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ചോദ്യം ചെയ്യൽ അധികം നീണ്ടില്ല. പിടിച്ചു നിൽക്കാനാകാതെ വിഷ്ണുവും നിതിനും സത്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ആ സത്യങ്ങൾ അപ്രതീക്ഷിതമായിരുന്നില്ല എങ്കിലും പോലീസ് നടുങ്ങിപ്പോയി. അവശനിലയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയ വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും വെളിപ്പെടുത്തിയ സൂചനകൾ, അവർ പറഞ്ഞ സത്യങ്ങൾ, ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന
ഭയാനകമായ ഒരവസ്ഥ അത് വെളിപ്പെടുത്തി. അന്ധവിശ്വാസത്തിൽ അമർന്ന് നശിച്ചുപോയൊരു കുടുംബം. മാർച്ച് 8, 2024 ലഭിച്ച മൊഴിയുടെ സത്യങ്ങൾ തേടിയ പോലീസിന് കുഴിമാന്തിയെടുക്കാൻ ധാരാളമുണ്ടായിരുന്നു. പോലീസ് വിഷ്ണുവും കുടുംബവും നേരത്തെ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വാടക വീട്ടിലെത്തി. വാടക വീടിന്റെ തറ പൊളിച്ച് പരിശോധന നടത്തി. ഒടുവിൽ പോലീസ് അത് കണ്ടെടുത്തു. വിഷ്ണുവിന്റെ അച്ഛൻ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ. വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ പോലീസ് അമ്മയെയും സഹോദരിയെയും കണ്ടെങ്കിലും അച്ഛനെ മാത്രം കണ്ടില്ല. വിജയനെ നിരന്തരം തിരക്കിയെങ്കിലും വീട്ടുകാർ ആകെ പരുങ്ങി. വിഷ്ണു മാത്രമല്ല, അമ്മയും സഹോദരിയും ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. അതോടെയാണ് ചോദ്യം ചെയ്യലിന്റെ രൂപം മാറിയത്. ഏകദേശം 4 അടിയോളം താഴ്ചയിൽ കുഴിച്ചു. വിജയന്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അത് വളച്ചൊടിച്ച നിലയിലായിരുന്നു. മൃതദേഹം വളച്ചൊടിച്ചത് ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കാനായിരുന്നു. പോലീസ് ഉയർത്തിയെടുത്ത് തുറക്കുമ്പോൾ അതൊരു അസ്ഥികൂടം മാത്രമായി കഴിഞ്ഞിരുന്നു. വസ്ത്രങ്ങളും പാദരക്ഷകളും ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളും ഇതേ ഇടത്തുനിന്ന് തന്നെ ലഭിച്ചു. വിഷ്ണുവിന്റെ സുഹൃത്തായ നിധിൻ ഈ വീട്ടിൽ തന്നെ മാസങ്ങളോളം ഇവർക്കൊപ്പം താമസിച്ചിരുന്നതായി നാട്ടുകാർ പോലീസിന് വിവരം നൽകി. വീടാകെ പരിശോധിച്ച പോലീസിന് ചില സൂചനകൾ കൂടി ലഭിച്ചു. ഈ വീട്ടിൽ നിരന്തരം മന്ത്രവാദം പോലെ എന്തോ പൂജകൾ നടന്നിരുന്നു. ചില വസ്തുക്കൾ, അവശിഷ്ടങ്ങൾ, അയൽക്കാരുടെ മൊഴികൾ, സംഗതി എന്തോ ആഭിചാരം പോലെ ഒന്ന്. നിധിനും വിഷ്ണുവിന്റെ സഹോദരിയും ഒരേ മുറിയിലാണ് മാസങ്ങളോളം കഴിഞ്ഞിരുന്നത്. അവിവാഹിതരായ ഇരുവർക്കും ഒരു കുഞ്ഞു ജനിച്ചതായി പോലീസിന് മനസ്സിലായി. പക്ഷേ കുഞ്ഞെവിടെ? ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്ന പോലീസിനു മുന്നിൽ തെളിഞ്ഞത് മറ്റൊരു കൊലപാതക വിവരം. വിജയനെ കൊന്ന് ക്രൂരമായി ഒടിച്ചുമടക്കി ഒരു ചെറിയ പെട്ടിയിലാക്കിയവർ ചോരമണം മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ എന്തു ചെയ്തു? ഈ കൊലക്കളത്തിലെ പൂജകളിൽ, ആഭിചാരങ്ങളിൽ, മന്ത്രവാദത്തിൽ ആ കുഞ്ഞിനെ ഇവർ ബലി നൽകിയോ? കേട്ടറിഞ്ഞ കഥകളിലെ നടുക്കുന്ന ചരിത്രമാണോ ഇവിടെ ഈ മലയോര കർഷക ഗ്രാമത്തിനും പറയാനുള്ളത്? പോലീസ് ആ ചോദ്യം നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആ കുഞ്ഞെവിടെ? നിധിൻ വിവരിച്ചു സ്വന്തം കുഞ്ഞിനെ കൊന്നതെങ്ങനെയെന്ന്, അത് കുഴിച്ചിട്ടത് എവിടെയെന്ന്. മാർച്ച് 11, 2024 സാഗര ജംഗ്ഷനിലെ വാടക വീട്. പോലീസ് തൊഴുത്തും പരിസരവും കുഴിച്ചിളക്കി. പരിശോധനയ്ക്കിടെ നിധിൻ പോലീസിനോട് മറ്റൊരു കാര്യം പറഞ്ഞു. കുഴിച്ചിട്ട ശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ആ ദേഹം അവിടെ നിന്നും പുറത്തെടുത്തു. പിന്നീടത് കത്തിച്ച് ചാമ്പലാക്കി. പോലീസ് കുഴങ്ങി തെരച്ചിൽ അവസാനിപ്പിച്ചു. പക്ഷേ വിഷ്ണുവും അമ്മയും സഹോദരിയും അവരുടെ മൊഴികളിൽ ഉറച്ചു തന്നെ നിന്നു. കുഞ്ഞ് അവിടെ തന്നെയുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം അവിടെ തന്നെയുണ്ട്. അതോടെ നിർത്തിവച്ച കുഴിക്കൽ വീണ്ടും ആരംഭിച്ചു. ഒന്നിലധികം തവണ തെരച്ചിൽ നടത്തിയിട്ടും നവജാത ശിശുവിന്റെ മൃതദേഹമോ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. എന്തിനായിരുന്നു ഈ കൊലപാതകങ്ങൾ? വിജയനും ഒരു പിഞ്ചു കുഞ്ഞും, ഈ വീട്ടിലെ തലമുതിർന്നയാളും ഏറ്റവും ഇളയയാളും. ഈ മരണങ്ങളും
ഇവിടെ കണ്ട മന്ത്രവാദ കളങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊരു നരബലിയായിരുന്നോ? അർത്ഥവും ശക്തിയും ക്ഷേമവും കിട്ടാൻ നടത്തിയ ആഭിചാര നരബലിയാണോ ഈ കട്ടപ്പനയിൽ നടന്നത്? ഇതുവരെ കണ്ടതൊന്നുമല്ല. ഇനി അറിയാൻ പോകുന്ന സത്യങ്ങൾ, കാണാൻ പോകുന്ന കാഴ്ചകൾ. നമ്മൾ തല താഴ്ത്തിപ്പോകും നാണക്കേടുകൊണ്ട്. അതിലേക്കാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൻ്റെ അറിയാ കഥകളിലേക്ക് വീണ്ടും. കേരളമാണ്, ഇവിടെ ഈ കളിയൊന്നും നടക്കില്ല. ഞങ്ങളൊക്കെ വലിയ പഠിപ്പും വിവരവും ശാസ്ത്രബോധവും ഒക്കെ ഉള്ളവരാണ്. ആണ് സർ. പക്ഷേ ഈ കഥ, ഇത് നമ്മളെയൊക്കെ ഞെട്ടിക്കും. നമ്മുടെ അഭിമാനത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തും. ഇനി കട്ടപ്പന പോലീസിന് പറയാനുള്ള കഥ തല കുനിച്ച് മുഖം താഴ്ത്തി നമുക്കൊന്ന് കേൾക്കാം. രണ്ടായിരത്തി നിതിൻ എന്ന രാജേഷ് ഈ കുടുംബത്തിലേക്ക് എത്തുന്നത് 2015 മകന്റെ സുഹൃത്തായി വീട്ടിലേക്ക് കടന്നു കയറി ആ കുടുംബത്തെ ആകെ കയ്യിലെടുത്തു. ഭക്തിയും വിശ്വാസവും കുറച്ച് കടുത്ത നിലയിലുണ്ടായിരുന്ന മനുഷ്യരെ ആ പേരിൽ വലയിലാക്കാൻ വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. ഭക്തിയിൽ ജ്യോതിഷവും പിന്നെ മന്ത്രവാദവും ഒക്കെയായി അവരെ ഓരോരുത്തരെയായി വലയിലാക്കി. കാഞ്ചിയാർ നെല്ലാനിക്കൽ വിജയന്റെ ഭാര്യ സുമ, മകൻ. കട്ടപ്പന സാഗര ജംഗ്ഷനിലെ ആ വീട്ടിലേക്ക് അയാളുടെ സന്ദർശനം പതിവായി. മന്ത്രവാദവും ആഭിചാരക്രിയകളും ഇടവേളകളില്ലാതെ നടന്നു. പൂജ കഴിഞ്ഞു മടങ്ങാൻ വൈകിയാൽ നിതിൻ കിടപ്പ് അവിടെ തന്നെയാക്കി. പാറക്കടവ് പുത്തൻപുരയ്ക്കൽ നിധീഷ് എന്ന രാജേഷ് പിന്നെ അയാളുടെ വിശ്വരൂപം കൊണ്ടു. മന്ത്രം ഫലിക്കണമെങ്കിൽ വീട്ടുകാർ പരസ്പരം കാണരുത്. എല്ലാവരെയും കാണാനുള്ള അനുവാദം ക്രിയ ചെയ്യുന്ന തനിക്കു മാത്രം. തൊഴുതുകൊണ്ട് വിഡ്ഢികളായ ആ വീട്ടുകാർ അനുസരിച്ചു. പരസ്പരം കാണുന്ന ആൾ താൻ മാത്രം. വീട്ടിലെ കിടപ്പ് പതിവാക്കി. വിജയന്റെ മകൾ സ്വന്തം സുഹൃത്ത് വിഷ്ണുവിന്റെ ഒരേ ഒരു പെങ്ങൾക്കൊപ്പം ഒരു മുറിയിലാണ് ഉറക്കം. മന്ത്രം ഫലിക്കാൻ പ്രാർത്ഥനയുമായി മുറികളിൽ അടച്ചിരുന്ന ആ വീട്ടിലെ വിഡ്ഢികൾ ആചാരത്തിന്റെ മറവിൽ ആ വീട്ടിൽ അരങ്ങേറുന്ന മാംസവേട്ട അറിയുന്നുണ്ടായിരുന്നില്ല. 2015 ജൂലൈ ഒരു കുഞ്ഞു ജനിച്ചതോടെ കുടുംബം ഞെട്ടി. മന്ത്രവാദം തിരിച്ചടിച്ചു. വിജയൻ കോപം കൊണ്ട് ജ്വലിച്ചു. അപ്പോഴും നിതിനെ തള്ളിപ്പറയാൻ അവർക്കായില്ല. വിഷ്ണുവും അച്ഛനും അമ്മയും അപ്പോഴേക്കും നിതിന്റെ വൈകാരിക അടിമകളായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ കുഞ്ഞിനെ എന്തു ചെയ്യും? പുറത്താരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. 4 ദിവസം കഴിഞ്ഞു. അതൊരാൺകുഞ്ഞായിരുന്നു. പോലീസ് അന്വേഷണവും കേസും ഇങ്ങനെയാണ്. ദുരാചാരത്തിനും മുകളിൽ ദുരഭിമാനം ഉദിച്ചു നിന്ന നിമിഷങ്ങളിൽ അവരാ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. നിധീഷ് ഒരു തുണിയെടുത്ത് കുഞ്ഞിന്റെ മുഖത്ത് മുറുക്കെ കെട്ടി. മൂക്കടച്ചുള്ള കെട്ട് പിടഞ്ഞവസാനിക്കും വരെ കുഞ്ഞിന്റെ കാലിലും കയ്യിലും പിടിച്ചത് വിജയനും മകൻ വിഷ്ണുവും. മുഖത്ത് സ്വന്തം അച്ഛൻ നിതിൻ. അതേ വീട്ടിലെ തൊഴുത്തിൽ കുഴികുത്തി മൂടിയത് എല്ലാവരും ചേർന്ന്. തുടരുന്ന ആഭിചാരം, മന്ത്രവാദം, ആ വീട്ടിലെ പതിവുകൾ പിന്നെ മുടങ്ങിയില്ല. പക്ഷെ ആ കുഞ്ഞിന്റെ മരണം നാളെ പൊങ്ങി വരുമോ? ഒടുവിൽ വീടും പറമ്പും വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. നല്ല വില കിട്ടി. ഏതാണ്ട് 1 കോടിയോളം രൂപ.
കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടും പറമ്പും വിറ്റ 1 കോടി രൂപയിൽ ഏറിയ പങ്കും മന്ത്രവാദ വേഷം പൂണ്ട നിതിൻ തന്നെ കൈക്കലാക്കി. വൈകാതെ വേഷത്തിനുള്ളിലെ ഫ്രോഡിനെ വിജയൻ തിരിച്ചറിഞ്ഞു. പണത്തോടും സ്ത്രീ ശരീരത്തോടും ആർത്തി. തന്റെ വീട്ടിൽ തന്നെ ഇവനിത് രണ്ടിനെയും വേട്ടയാടുന്നു. തന്റെ മകൾ, തന്റെ പണം. വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് മാറി. 2023 ഓഗസ്റ്റ്. വിജയനെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് താഴെയിട്ടത് നിതിനാണ്. പിന്നെ കയ്യിൽ കരുതിയ ഒരു ചുറ്റിക കൊണ്ട് അയാൾ തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു. 2 ദിവസത്തിനു ശേഷമാണ് മൃതദേഹം വീടിന്റെ തറ തുരന്ന് കുഴിച്ചിട്ടത്. വിജയന്റെ ഭാര്യ സുമയും വിഷ്ണുവും എല്ലാറ്റിനും ഒപ്പമുണ്ടായിരുന്നുവെന്നാണ് നിതിൻ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. (2015) മുതൽ 2025 വരെ 10 വർഷം, 2 ക്രൂര കൊലപാതകം. ഇനിയുമുണ്ട് അറിയാ കഥകൾ. പണത്തോടുള്ള ആർത്തിയിൽ ഒരു മോഷണത്തിനിറങ്ങുമ്പോൾ, അതിനിടെ പിടിയിലാകുമ്പോൾ അവർ അറിഞ്ഞില്ല കുഴികുത്തി മൂടിയ സത്യങ്ങൾ പുറത്തുവരുന്നതിന്റെ തുടക്കമാണതെന്ന്. വർക്ക്ഷോപ്പ് ഉടമയുടെ മകന്റെ ജാഗ്രത. മോഷണക്കേസ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ മുന്നോട്ടു പോകാനുള്ള ആ ത്രെഡ് മണത്തെടുക്കാൻ കഴിഞ്ഞ കട്ടപ്പന CI N സുരേഷ് കുമാർ. കേരളം നടുങ്ങിയ കേസിൽ സത്യം പുറത്തു കൊണ്ടുവന്നത് ഈ 2 പേരുടെ ഇടപെടലിലായിരുന്നു. രക്ഷപ്പെടാനുള്ള തന്ത്രമോ അതോ കുറ്റബോധമോ? അതുമല്ലെങ്കിൽ പോലീസ് വച്ച കെണിയോ? എന്തായാലും സുമയും മകളും നൽകിയ മൊഴികൾ അതും നിർണായകമായി. മാർച്ച് 26, 2024. കേസിലെ കൂട്ടുപ്രതിയായ വിജയന്റെ ഭാര്യ സുമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവങ്ങൾ തുടങ്ങിയത് 2015. 2 ജീവനെടുത്ത ചോരക്കളി അവസാനിച്ചത് 2025. ആഭിചാരം, പണത്തോടുള്ള അടങ്ങാത്ത ആർത്തി, സെക്സ്, കൊലപാതകം. കുടിയേറ്റ ചരിത്രമുള്ള ഒരു മലയോര കാർഷിക ഗ്രാമം. അവിടെ അരങ്ങേറിയ ഈ കുറ്റകൃത്യത്തിൽ അബദ്ധസഞ്ചാരത്തിന്റെ വഴികളെല്ലാമുണ്ട്. തെളിവെടുപ്പും വിചാരണയും പൂർത്തിയാക്കി അന്തിമ വിധിയെത്താൻ ഇനി അധികമില്ല. കാത്തിരിക്കാം. ഭൂമിയെ ഒന്ന് തൊട്ടറിയുക പോലും ചെയ്യാതെ മടങ്ങേണ്ടി വന്ന ആ കുരുന്നുജീവന്റെ നീതിയെങ്കിലും നമുക്കുറപ്പാക്കണം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.